ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സൈലബാം വരെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആദ്യം ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായി, രണ്ടാം തവണ കിടിലൻ ടേസ്റ്റിൽ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് കസ്റ്റർഡ് പൗഡർ ആദ്യം കുറച്ച് പാലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഏതിലാണോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ആ ഒരു ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഡ്രീം കേക്കിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു സോഫ്റ്റ് സ്പെഞ്ച്, വാനില സ്പെഞ്ച് എടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് പാലിൽ കണ്ടൻസ് മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് വെച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ബട്ടറിൽ കുനാഫ ഡോ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. ഇനി വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്തിട്ട് അതും വിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിസ്താഷ്യോ സ്പ്രെഡും ന്യൂട്ടല്ലയും വിപ്പിംഗ് ക്രീമും പൈപ്പിംഗ് ബാഗിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിസ്താഷ്യോ ക്രീമിന്റെ ലിങ്ക് സ്ക്രീനിൽ ടാഗ് ചെയ്യുന്നുണ്ട്. ഇനി അതിന്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അതിന്റെ മുകളിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള കുനാഫ ഡോ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗത്ത് പിസ്ത സ്പ്രെഡ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. ഒരു ഭാഗത്ത് ന്യൂട്ടല്ലയും ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് പിസ്താഷ്യോ ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സലങ്കാട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് കഴിച്ചാൽ മതി. കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കും. കിടിലനാണ്.